ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഹിസ്റ്ററിയിലെ ഒരു ഭാഗം ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ജോഗ്രഫിയിലെ ഒരു ഭാഗം കൂടെ ക്ലാസ് എടുക്കുന്നുണ്ട്. 2 ക്ലാസ് എല്ലാവരും കാണാൻ നോട്ട് എഴുതുക കേട്ടോ. പിന്നെ ഇങ്ങനെ എടുക്കാൻ കാരണം നിങ്ങൾ അറിയാലോ, മാർച്ചിൽ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ പോർഷൻ കംപ്ലീറ്റ് ആവണം. വിക്ടേഴ്സ് ചാനലിൽ നിങ്ങൾ കാണലുണ്ടോ? എവിടെ എത്തിക്കണു? ഹിസ്റ്ററിയിലത്തെ 6ാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു, ജോഗ്രഫിയിലത്തെ 6ാമത്തെ ചാപ്റ്റർ അവരത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 പാഠം ഇപ്പോൾ ബാക്കിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2ഉം കാണുക, കണ്ടിട്ട് എന്ത് ചെയ്യുക, നോട്ട്സ് അപ്പോഴേക്കപ്പോഴേ എഴുതുക കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് നോട്ടാവും, 2ൻ്റെയും കൂടെ ആകുമ്പോൾ ഒരുപാട് നോട്ടാവും. ഇനി ഇതിൽ തരുന്നത് തന്നെയാണ് നോട്ട്. ജോഗ്രഫിയിലിപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ക്ലാസ് എടുക്കുന്ന ഈ നോട്ടുകൾ പോയിൻ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടില്ലേ, അതന്നെ നോട്ടാക്കിയിട്ട് എഴുതിയാൽ മതി. വേറെ നോട്ട് എഴുതൊന്നും വേണ്ട, അതന്നെ നോട്ട് കേട്ടോ. ഹിസ്റ്ററിയിൽ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഓരോ ഭാഗത്തുമ്പോൾ അവിടെ നോട്ട് എഴുതുക. അപ്പം ഇന്ന് നമുക്ക് പുതിയ ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാനുള്ളത് എന്താണ്? ആകാശക്കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന ചാപ്റ്ററാണ്. നമ്മൾ സാങ്കേതിക വിദ്യയ്ക്ക് ഒരുപാട് പുരോഗമിച്ചൊരു കാലമാണല്ലേ ഇപ്പോൾ. സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ച എത്രമാത്രമാണ് നമ്മളുടെ ഭൗമ വിവരങ്ങളുടെ ശേഖരണത്തിലും അതുപോലെ തന്നെ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിലും അതിൻ്റെ വിശകലനത്തിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിലൂടെ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ പറയണം, കൃത്രിമ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം, ഭൗമ വിവര വിശകലനത്തിനുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഭൂമിശാസ്ത്ര പഠനത്തെ സ്വാധീനിക്കുന്നത്, അതാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കുക, ടെക്സ്റ്റ് എടുത്തിട്ട് മറിച്ച് വെക്കുക കേട്ടോ. പേജ് നമ്പർ 96. വിദൂര സംവേദനം, ഹെഡിങ് കണ്ടില്ലേ, വിദൂര സംവേദനം. എന്താണ് വിദൂര സംവേദനം? ഇതിൽ നോക്കൂ, ഒരു ചിത്രം കാണുന്നു, ഒരു കണ്ണ് കൊടുത്തുക്കണു, പിന്നെ കുറേ സാധനങ്ങളെ കാണുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. എന്താണ്? ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം, അതിനെയൊക്കെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ തൊട്ടറിഞ്ഞൊന്നും അനുഭവിക്കാത്തൊരു വിവരങ്ങൾ ശേഖരിക്കാത്ത ഒരു രീതി, അതാണ് വിദൂര സംവേദനം. അപ്പോൾ പറയുന്നത്, വിവരശേഖരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചൊരു നൂറ്റാണ്ടായിരുന്നു 19ാം നൂറ്റാണ്ട്. 19ാം നൂറ്റാണ്ടിൽ വലിയൊരു മാറ്റം ഉണ്ടായി. അതിനെ തുടർന്ന് എന്താണ്, ബലൂണുകളിലും വിമാനങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ച് ഉയർന്ന തലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സാധ്യത ഉപയോഗിക്കാൻ തുടങ്ങി. ഉയർന്ന തലങ്ങളിൽ നിന്ന് താഴത്തേക്ക് എന്ത് ചെയ്യണം, ഫോട്ടോകൾ എടുക്കാനുള്ളൊരു സജ്ജീകരണം ഉണ്ടായി. 1960-ലാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ചത്. ക്യാമറകളോടൊപ്പം വിവരശേഖരണത്തിനായി വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി. ക്യാമറക്കൊപ്പം എന്താണ്, വിവിധ തരം സ്കാനറുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഈ സ്കാനറുകളും ക്യാമറകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. അപ്പോൾ ഈ വിദൂര സംവേദനത്തിന് ഊർജം അത്യാവശ്യമാണ് വിദൂര സംവേദനത്തിന്. നമുക്ക് വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ. എന്താണ് സംവേദകങ്ങൾ?
വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണത്തിൻ്റെ പേരാണ് സംവേദകങ്ങൾ. അതിന് ഉദാഹരണമാണ് ക്യാമറയും സ്കാനറുകളും. ക്യാമറകളും സ്കാനറുകളൊക്കെ സംവേദകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. എന്താണ് സംവേദകം? വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണമാണ് സംവേദകം. നോക്കുക, അവിടെ ചിത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നിങ്ങൾ. ഇനി സംവേദകങ്ങൾ കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെയാണ് സംവേദകം പകർത്തുന്നത്. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെയാണ് സംവേദകം പകർത്തുന്നത്. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പറയുന്ന പേരാണ് പ്ലാറ്റ്ഫോം. വിമാനങ്ങൾ, ബലൂണുകൾ, ഉപഗ്രഹങ്ങൾ എന്നിവയിലൊക്കെ സംവേദകങ്ങൾ സ്ഥാപിക്കാം. സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലത്തെ പറയുന്ന പേരാണെന്ത്? പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എവിടെയൊക്കെ ഉണ്ടാവാം? വിമാനങ്ങളിൽ, ബലൂണുകളിൽ, അതുപോലെ ഉപഗ്രഹങ്ങളിൽ ഒക്കെ എന്താണ്? സംവേദകങ്ങൾ സ്ഥാപിക്കാം. ഇനി ഊർജ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞല്ലോ. വിദൂര സംവേദനത്തിൽ ഊർജ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞല്ലോ. ഊർജ ഉറവിടം, പ്ലാറ്റ്ഫോം എന്നിവയെ അടിസ്ഥാനമാക്കി വിദൂര സംവിധാനത്തെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. നിങ്ങൾ ഈ ചിത്രങ്ങളൊന്ന് നോക്കണം കേട്ടോ. എന്താണ് വിദൂര സംവേദനത്തിൽ സംവേദകങ്ങൾ? എന്താണ്? വിദൂര സംവേദനത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഉപകരണങ്ങളാണ് സംവേദകങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ക്യാമറകൾ, സ്കാനറുകൾ എന്നിവ സംവേദകത്തിന് ഉദാഹരണമാണ്. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുതകാന്തിക വികിരണത്തെയാണ് സംവേദകം പകർത്തുന്നത്. ചിത്രങ്ങൾ നോക്കണേ. ഊർജത്തിൻ്റെ ഉറവിടത്തെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനത്തെ രണ്ടായി തിരിക്കാം. നോക്കപ്പോൾ ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ് ഇനി നടക്കുന്നത്. ഊർജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി വിദൂര സംവേദനം പ്രധാനമായും രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തതാണ് പരോക്ഷ വിദൂര സംവേദനം, രണ്ടാമത്തത് പ്രത്യക്ഷ വിദൂര സംവേദനം. ചിത്രങ്ങൾ നോക്കട്ടോ. എന്താണ് പരോക്ഷ വിദൂര സംവേദനം? സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണിത്. സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഒരു വിദൂര സംവേദനം. ഇവിടെ സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല. ഇവിടെ എന്താണ്? സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല. അതാണ് പരോക്ഷ വിദൂര സംവേദനം. അപ്പോൾ ഈ പരോക്ഷ വിദൂര സംവിധാനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ പകൽ സമയത്ത് നമ്മളുടെ മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുന്നതും രാത്രി സമയത്ത് ഫോട്ടോ എടുക്കുന്നതും വ്യത്യാസമുണ്ട് അല്ലേ? പകൽ സമയത്ത് ഊർജത്തിൻ്റെ നേരെ സൗരോർജ്ജം എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ചിത്രത്തിനൊക്കെ എന്ത് ചെയ്യാണ്? എടുക്കുന്ന ഫോട്ടോസിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ സഹായിക്കുന്നത് ഏതാണ്? സൗരോർജ്ജമാണ്. അത് പരോക്ഷ വിദൂര സംവേദനമാണ്. സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടക്കുന്ന വിദൂര സംവേദനമാണ് എന്ത്? പരോക്ഷ വിദൂര സംവേദനം. മാറിപ്പോകരുത് കേട്ടോ. ഇനി ഇതിലിങ്ങനെ ഓരോന്ന് കേൾക്കും, ഇതേപോലെ ഓരോന്ന് പഠിക്കാനുള്ളതാണ്. അപ്പോൾ പരോക്ഷം സൗരോർജത്തിൻ്റെ സഹായത്തോടെ. ഇനി നോക്കുക, പ്രത്യക്ഷ വിദൂര സംവേദനം. സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. ഇവിടെ എന്താണ്? സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നു. മറ്റൊരുത്ത് എന്തായിരുന്നു? പരോക്ഷത്തിൽ എന്തായിരുന്നു? സംവേദകം എന്ത് ചെയ്യുന്നില്ല? ഊർജം പുറപ്പെടുവിക്കുന്നില്ല.
അപ്പോൾ നമുക്കിതിന് എക്സാമ്പിൾ പറയാം. ഇതിന് പ്രത്യക്ഷത്തിന് നമ്മൾ മൊബൈലിലൊക്കെ ഫ്ലാഷൊക്കെ അടിച്ചിട്ട് എടുക്കൂലേ, ലൈറ്റ് ഓൺ ആക്കിയിട്ട് എടുക്കൂലേ, അത് പ്രത്യക്ഷമാണ്. അവിടെ എന്താണ്, സംവേദകമാണ് പുറപ്പെടുവിക്കുന്നത്. കൃത്രിമ പ്രകാശം ഉണ്ടാക്കിയിട്ടാണ് അവിടെ വിദൂര സംവേദനം നടത്തുന്നത്. അപ്പോൾ പ്രധാനമായും ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കി രണ്ടായിട്ടാണ് വർഗീകരിച്ചിട്ടുള്ളത് വിദൂര സംവിധാനത്തെ. ഏതൊക്കെയായിരുന്നു? പരോക്ഷ വിദൂര സംവിധാനവും പ്രത്യക്ഷ വിദൂര സംവിധാനവും. സംവേദനം കേട്ടോ, സംവിധാനമല്ല, സംവേദനം. നെക്സ്റ്റ് നോക്കുക, പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. പ്ലാറ്റ്ഫോം എന്താണ്? പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു പ്ലാറ്റ്ഫോം? സംവേദകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പ്രതലം. ഇപ്പോൾ ഒരു ക്യാമറ എവിടെയാണോ വെക്കുന്നത്, വിമാനങ്ങളിൽ, ബലൂണുകളിൽ, ഉപഗ്രഹങ്ങളിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ് നെക്സ്റ്റ് പറയുന്നത്. ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ നിങ്ങൾ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതൊക്കെ തന്നെ പരോക്ഷ പ്രത്യക്ഷ വിദൂര സംവേദനങ്ങൾ തന്നെയാണിത്. ഓക്കെ, ഇനി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. ഇത് പ്രധാനമായും 3 തിരിക്കുന്നത്. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം എന്നിങ്ങനെ 3 തരംതിരിച്ചിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. അതിൽ നോക്കുക, ഒന്നാമത്തത് പേജ് നമ്പർ 97 ടെക്സ്റ്റിൽ എടുത്തിട്ട് നോക്കണം കേട്ടോ. ഒന്നാമത്തെ എന്താ? ഭൂതലം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണിത്. ഭൂതല ഛായാഗ്രഹണം. എങ്ങനെയാണ്? ഭൂപ്രതലത്തിൽ നിന്നും, നമ്മളിപ്പോൾ ഇത് പറഞ്ഞില്ലേ, ഇത് ഈ ഭാഗം ഭൂപ്രതലത്തിൽ നിന്ന് എന്താണ്? ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി. അതിനെ പറയുന്ന പേരാണ് ഭൂതല ഛായാഗ്രഹണം. നെക്സ്റ്റ് എന്താ പറയുന്നത്? ആകാശീയ വിദൂര സംവേദനമാണ് അല്ലേ. ആകാശത്തു നിന്നാണ്. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറകളുടെ സഹായത്തോടെ ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. ആകാശത്തു നിന്ന് എന്ത് ചെയ്യാണ്? ചിത്രങ്ങൾ പകർത്തുക. അതിനെയാണ് ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉപഗ്രഹ വിദൂര സംവേദനം. ഇത് നോക്കട്ടോ, ഉപഗ്രഹങ്ങൾ. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയ, ഇതിനെയാണ് ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം 3. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. 3 ആ വാക്കിൽ തന്നെ ഉണ്ട് ആൻസറുകൾ. ഭൂപ്രതലത്തിൽ നിന്നാണ്, ആകാശത്ത് നിന്നാണ്, മറ്റേത് ഉപഗ്രഹങ്ങളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ, ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കുക. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.